അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂണ കട്ട്ലറ്റാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ടൂണ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മസാല റെഡിയാക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊന്ന് ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ മുറിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസായ ടൂണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടൂണ ക്യാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് തുറന്ന് ഇതിൻ്റെ ഓയിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഓയിൽ മാറ്റിയ ടൂണ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമാണെങ്കിൽ ഓയിലും കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഓയിൽ ചേർക്കുന്നില്ല. സ്പൂൺ കൊണ്ട് ടൂണ ഇതുപോലെ വേറെ ആക്കി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തീയിൽ 3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ 3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ടൂണ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ടൂണ മസാല ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ട് ഇതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും ടൂണ മസാല ബ്രെഡ് ക്രംസൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇവിടെ ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ മൈദയിട്ട് 1 നുള്ള് കുരുമുളകും 1 നുള്ള് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ കലക്കിയെടുക്കാം. ഇനി ഇത് കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇത് ആദ്യം മൈദയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗം ഇതുപോലെ കവർ ചെയ്യുന്ന വിധത്തിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ട് കൊടുക്കുക. അതും നല്ലപോലെ കവർ ചെയ്തെടുത്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. മുഴുവൻ കട്ട്ലറ്റും മൈദയിലും ബ്രെഡ് ക്രംസിലും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രൈ പാനിൽ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഓയിൽ ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി മറന്നുപോലെ ഓരോന്നും തന്നെ കട്ട്ലറ്റിൻ്റെ ഭാഗം കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും, കുറഞ്ഞു പോയാൽ എണ്ണ കുടിക്കാനും സാധ്യതയുണ്ട്. ഇനി ഇത് ഒരു ഗോൾഡൻ കളറായിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് ഭാഗം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് അരിപ്പക്കയിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടൂണ കട്ട്ലറ്റ് റെഡിയായി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.